കേരളക്കരയെ ഒന്നടങ്കം നടുക്കിയ നെന്മാറ പോത്തുണ്ടി ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി തിരുത്തമ്പാടം ബോയൻ കോളനി സ്വദേശി ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് ജില്ലാ അഡീഷണൽ കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. വർഷങ്ങൾ നീണ്ട വ്യക്തിവൈരാഗ്യത്തിന്റെയും ഒടുങ്ങാത്ത പ്രതികാര ചിന്തയുടെയും ദാരുണമായ കലാശമായിരുന്നു പോത്തുണ്ടി തിരുത്തമ്പാടം ബോയൻ കോളനിയിൽ അരങ്ങേറിയത്. കോളനിയിലെ സുധാകരൻ, അദ്ദേഹത്തിന്റെ വൃദ്ധയായ മാതാവ് ലക്ഷ്മി എന്നിവരെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് 1.5 വർഷത്തെ വിചാരണയ്ക്കൊടുവിൽ ഇപ്പോൾ കോടതി ഈ നിർണായക വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. 2025 ജനുവരി 27-നായിരുന്നു കേരള മനസാക്ഷിയെ പിടിച്ചുലച്ച ഈ ഇരട്ട കൊലപാതകം നടന്നത്. ഒരു കുടുംബത്തിലെ 2 പേരുടെ ജീവനെടുത്ത സംഭവത്തിൽ ആ വീടിന്റെ ഉമ്മറത്തേക്ക് നാടിനെ നയിച്ചത് ഒരൊറ്റയാളുടെ അടങ്ങാത്ത പകയായിരുന്നു. ഈ ഇരട്ട കൊലപാതകത്തിന്റെ വേരുകൾ ചെന്നെത്തുന്നത് 2019-ൽ നടന്ന മറ്റൊരു ദാരുണമായ കൊലപാതകത്തിലേക്കാണ്. അന്ന് കൊല്ലപ്പെട്ട സുധാകരന്റെ ഭാര്യ സജിതയെ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. തന്റെ കുടുംബജീവിതം തകർന്നതിനും ഭാര്യ തന്നെ പിരിഞ്ഞു പോയതിനും കാരണം സജിതയും കുടുംബവുമാണെന്നായിരുന്നു ചെന്താമരയുടെ കടുത്ത ആരോപണവും സംശയവും. ഈ സംശയമാണ് അന്ന് സജിതയുടെ കൊലപാതകത്തിൽ കലാശിച്ചത്. അന്ന് ആ കേസിൽ അറസ്റ്റിലായ ചെന്താമരയ്ക്ക് കോടതി ഇരട്ട ജീവപര്യന്തം തടവും കനത്ത പിഴയും ശിക്ഷയും വിധിച്ചിരുന്നെങ്കിലും നിയമത്തിന്റെ ആനുകൂല്യത്തിൽ ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതി പക ഒടുക്കാൻ വീണ്ടും അതേ കുടുംബത്തെ തന്നെ ലക്ഷ്യമിടുകയായിരുന്നു. സജിതയെ കൊലപ്പെടുത്തിയ കേസിലെ ശിക്ഷ അനുഭവിക്കുന്നതിനിടയിലാണ് ചെന്താമരയ്ക്ക് ജാമ്യം ലഭിക്കുന്നത്. എന്നാൽ ജയിലിലെ തടവ് ശിക്ഷയോ നിയമ നടപടികളോ അയാളുടെ മനസ്സിലെ പ്രതികാര ബുദ്ധിക്ക് ലേശം പോലും കുറവ് വരുത്തിയിരുന്നില്ല. സജിതയോടുള്ള കടുത്ത വൈരാഗ്യം അവരുടെ ബാക്കിയുള്ള കുടുംബങ്ങളോടും ചെന്താമര വച്ചു പുലർത്തിയിരുന്നു. തന്റെ ജീവിതം തകർത്തവരോട് പൂർണ്ണമായി പ്രതികാരം ചെയ്യണമെന്ന ഉറച്ച തീരുമാനത്തിലായിരുന്നു പ്രതി. 2025 ജനുവരി 27-ന് ജാമ്യത്തിലിറങ്ങി അധികനാൾ കഴിയുന്നതിന് മുൻപ് വീണ്ടും ആയുധങ്ങളുമായി സുധാകരന്റെ വീട്ടിലെത്തി. വീട്ടിൽ അതിക്രമിച്ച് കയറിയ പ്രതി സുധാകരനെയും തടയാൻ ശ്രമിച്ച വൃദ്ധയായ മാതാവ് ലക്ഷ്മിയെയും അതിക്രൂരമായി വെട്ടി വീഴ്ത്തുകയായിരുന്നു. സജിതയുടെ വിയോഗത്തിൽ നിന്നും കരകയറി വരികയായിരുന്ന ആ കുടുംബത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചെന്താമര ഈ ആക്രമണം നടത്തിയത്. വിവേകശൂന്യമായ ആക്രോശങ്ങൾക്കും ആക്രമണങ്ങൾക്കും ഒടുവിൽ ചോര വാർന്ന സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ സുധാകരനും ലക്ഷ്മിയും മരണത്തിന് കീഴടങ്ങി. സംഭവത്തിനു ശേഷം പോലീസിന് അതിവേഗം അന്വേഷണം പൂർത്തിയാക്കുകയും ചെന്താമരയെ വീണ്ടും കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. കൊലപാതകം നടന്ന് കൃത്യം 1.5 വർഷം തികയുന്ന വേളയിലാണ് ഇപ്പോൾ പാലക്കാട് ജില്ലാ അഡീഷണൽ കോടതി പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. പ്രതിക്കെതിരെയുള്ള കൃത്യമായ സാക്ഷിമൊഴികളും ശാസ്ത്രീയ തെളിവുകളും കൃത്യം നടന്ന സാഹചര്യങ്ങളും പ്രോസിക്യൂഷൻ കോടതിയിൽ അക്കമിട്ട് നിരത്തി. ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജാമ്യത്തിലിറങ്ങിയ പ്രതി വീണ്ടും സമാനമായ ക്രൂരമായ കുറ്റകൃത്യം ആവർത്തിച്ചു എന്നത് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചു. വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ പ്രതി ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി പ്രഖ്യാപിക്കുകയായിരുന്നു. അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് ചെന്താമരയുടെ മറുപടി എന്നെ തൂക്കിക്കൊന്നോളൂ എന്നതായിരുന്നു. യാതൊരു തരത്തിലുമുള്ള കുറ്റബോധമില്ലാത്ത രീതിയിലാണ് ചെന്താമരയുടെ പെരുമാറ്റം. നിയമം കയ്യിലെടുത്ത് ഒരു കുടുംബത്തിലെ 3 ജീവനുകൾ ഘട്ടം ഘട്ടമായി കവർന്ന ഈ കൊടും കുറ്റവാളിക്ക് സമൂഹത്തിന് മാതൃകയാകുന്ന തരത്തിലുള്ള കഠിനമായ ശിക്ഷ തന്നെ കോടതി നൽകണമെന്നാണ് നാട്ടുകാരും കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളും പ്രതീക്ഷിക്കുന്നത്. ശിക്ഷാവിധി സംബന്ധിച്ച പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകും.